വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM R ഷോയ്ക്ക് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവേശനം നൽകിയ വിഷയത്തിൽ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലും സെനറ്റ് അംഗങ്ങളും സ്വജന പക്ഷപാതം കാട്ടിയെന്ന് പരാതി. R ഷോയ്ക്ക് പ്രവേശനം നൽകിയത് നിയമവിരുദ്ധമെന്ന് കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാതിരുന്ന അധികൃതർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണമെന്നാണ് പരാതി. നിലവിലെ സെനറ്റ് അംഗം അരുൺ മോഹനാണ് ഗവർണർക്കും VC-ക്കും പരാതി നൽകിയത്. ഇനി ഇവരുടെ ഇത്തരം ഗിമ്മിക്കുകൾ സർവകലാശാലകൾ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല. ബഹുമാനപ്പെട്ട ചാൻസലറായ ഗവർണറോടും MG സർവകലാശാലയുടെ വൈസ് ചാൻസലറോടും ഞാൻ നിലവിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ശക്തമായ നടപടി ഈ വിഷയത്തിൽ പ്രിൻസിപ്പലിന്റെ പേരിൽ ഉണ്ടാകേണ്ടതാണ്. ഇടത് സിൻഡിക്കേറ്റ് അവസാനിച്ചു, ഇനിയിപ്പോൾ അവരില്ല. എന്നിരുന്നാലും ഇത്തരത്തിൽ ക്രമവിരുദ്ധമായ നടപടികൾ സ്വീകരിച്ചവരുടെ പേരിൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചെയ്യുന്നുണ്ട്. ഗോകുൽ, എല്ലാം അത് R ഷോയ്ക്ക് വേണ്ടി, അതായത് പഠിക്കേണ്ട, കോളേജിൽ എത്തേണ്ട, പരീക്ഷ എഴുതേണ്ട, സെമസ്റ്റർ സ്ഥാനക്കയറ്റം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും R ഷോയ്ക്ക് ചെയ്തു നൽകും. അതാണോ കോളേജ് പ്രിൻസിപ്പലും അധികൃതരും വ്യക്തമാക്കുന്നത്? അപ്പോൾ കഷ്ടപ്പെട്ട ഇവിടെ ഉറക്കം ഇളച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണ് വില? ഈ R ഷോയ്ക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്? അതായത് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഇൻ്റഗ്രേറ്റഡ് ആർക്കിയോളജി വിഭാഗത്തിലേക്കാണ് ഇത്തരത്തിൽ 7ാം സെമസ്റ്ററിലേക്ക് അനധികൃതമായിട്ട് PM R ഷോ മുൻ സംസ്ഥാന SFIയുടെ സെക്രട്ടറി അനധികൃതമായിട്ട് പ്രവേശനം നേടിയത്. സാധാരണഗതിയിൽ 75% ഹാജർ നിലയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ 7ാം സെമസ്റ്ററിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. പക്ഷേ 10% മാത്രം താഴെ ഹാജർ നിലയുള്ള PM R ഷോയ്ക്ക് ഇത്തരത്തിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അനധികൃതമായിട്ട് പ്രവേശനം അനുവദിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ അന്നത്തെ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിരുന്ന ആ വ്യക്തിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് സർവകലാശാലയുടെ അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കൃത്യമായിട്ട് വ്യക്തമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അന്വേഷണ റിപ്പോർട്ട് അടക്കം സെനറ്റിന് മുൻപാകെ വെക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ അന്നത്തെ പ്രിൻസിപ്പലിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുവാനായിട്ട് സെനറ്റ് അംഗങ്ങൾ തയ്യാറായിരുന്നില്ല. ഭൂരിപക്ഷവും ഇടതംഗങ്ങൾ നിറഞ്ഞ ഒരു സെനറ്റായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ആ സെനറ്റ് അംഗമാണ് ഈ R ഷോയെ സഹായിച്ച പ്രിൻസിപ്പലിനെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ഒക്കെ തന്നെ ചെയ്തുകൊണ്ട് നിലപാട് സ്വീകരിച്ചത്. അതിനുശേഷം ആ സെനറ്റിൻ്റെ കാലാവധി അവസാനിക്കുന്ന വേളയിൽ ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് മാർച്ച് മാസം 20-ാം തീയതി ചേർന്ന അവസാന സെനറ്റ് യോഗത്തിലാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ആ ഒരു നടപടി എന്ന് പറയുന്നത് പ്രിൻസിപ്പലിന് ജാഗ്രതക്കുറവുണ്ടായി എന്നുള്ള ഒരു വാക്ക് മാത്രമായിരുന്നു. ആ വാക്കാലുള്ള ഒരു പരാമർശ നടപടി മാത്രമായിരുന്നു ആ സംഭവത്തിൽ ഉണ്ടായത്. അതല്ലാതെ പ്രിൻസിപ്പലിനെതിരെ യാതൊരു നടപടിയും സെനറ്റ് അംഗങ്ങൾ കൈക്കൊള്ളാനായിട്ട് തയ്യാറായിരുന്നില്ല. ആ വിഷയത്തിലാണ് നിലവിൽ ഇപ്പോഴത്തെ സെനറ്റ് അംഗമായിട്ടുള്ള അരുൺ മോഹൻ, അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയിട്ടാണ്, അദ്ദേഹമാണിപ്പോൾ ഈ സർവകലാശാലയുടെ ചാൻസലറായിട്ടുള്ള ഗവർണർക്കും ഒപ്പം വൈസ് ചാൻസലർക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത്. അതായത് R ഷോയെ പിന്തുണച്ച ആ പ്രിൻസിപ്പൽ, അന്നത്തെ പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിരുന്നു, അവരിപ്പോൾ നിലവിൽ പ്രിൻസിപ്പലാണ്. അവർക്കെതിരെ നടപടി ഉണ്ടാകണം. ഷാജില ബീബി എന്നാണ് അവരുടെ പേര്. അവർക്കെതിരെ നടപടി ഉണ്ടാകണം. ഒപ്പം ഈ പ്രിൻസിപ്പലിനെ പിന്തുണച്ച സെനറ്റ് അംഗങ്ങൾക്കെതിരെയായിട്ടും കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അരുൺ മോഹന്റെ പരാതിയിലെ പ്രധാന ആവശ്യം. എന്തായാലും ആ പരാതി പരിഗണിച്ച ശേഷം തുടർ നടപടി ഉണ്ടായേക്കും. അത് തന്നെയാണ്, ആ പരാതി പഠിക്കണം, അതിനുശേഷം പരിഹാരം ഉണ്ടാകണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. SFI മുൻ സംസ്ഥാന സെക്രട്ടറിക്കാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ജോലി ചെയ്ത് മികവ് കാണിക്കുന്നത് പോലെ പ്രൊമോഷൻ കൊടുക്കുമല്ലോ, അതുപോലെ ഈ കോളേജിൽ പോകാത്തതിനും പരീക്ഷ എഴുതാത്തതിനും ഒക്കെ സ്ഥാനക്കയറ്റം നൽകി വലിയ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ഈ പ്രിൻസിപ്പൽ ഒപ്പിച്ച് നൽകിയത്. എന്തായാലും ഉത്തരം പറഞ്ഞേ മതിയാകൂ. ഗോകുലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.